നമസ്കാരം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫിസിക്സ് ക്ലാസ്സുകൾ കൈറ്റ് വിക്ടേഴ്സിൽ നവംബർ 3-ാം തീയതി മുതൽ ആരംഭിച്ചു. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ്. ഇതിൽ സയൻസ് പഠിക്കുവാനായി വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ സയൻസ് എന്താണ്, ഫിസിക്സ് എന്താണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊടുത്ത് പാഠഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ആമുഖമാണ്. വാട്ട് ഈസ് സയൻസ്? സയൻസ് എന്ന പദം ഉണ്ടായത് ലാറ്റിൻ പദമായ സയൻഷ്യ എന്നുള്ളതിൽ നിന്നാണ്. ടു നോ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. പ്രകൃതിയെ അറിയുക എന്നുള്ളതാണ് സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയൻറ്റിഫിക് മെത്തേഡിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്, qualitative and quantitative reasoning, mathematical modeling, prediction, verification. ഇവയാണ് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്സ്. ഈ സ്റ്റെപ്സ് അംഗീകരിക്കുന്ന ഏതിനെയും നമുക്ക് സയൻസ് എന്ന് പറയാം. ഫീച്ചേഴ്സ് ഓഫ് സയൻസ്. സയൻസ് ഈസ് എക്സ്പ്ലോറിംഗ്, സയൻസ് ഈസ് എക്സ്പെരിമെൻറ്റിംഗ്, സയൻസ് ഈസ് predicting, science is ever dynamic. No unquestioned authority is there in science. പുതിയ കണ്ടെത്തലുകൾ പരീക്ഷണങ്ങളിൽ കൂടി തെളിയിക്കുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസിനകത്തെ ഒരു തിയറിയും ശാശ്വതമല്ല, ഒരു അവസാനത്തെ വാക്കല്ല. അതെപ്പോഴും ചലനാത്മകമാണ്. സയൻസിലെ ഒരു ഡിസിപ്ലിനാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സിനകത്ത് ഫിസിക്കൽ ഫിനോമിനൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുതന്നെ വളരെ വലിയ വസ്തുക്കൾ മുതൽ ഏറ്റവും സൂക്ഷ്മമായ പദാർത്ഥങ്ങളിൽ വരെ അത് എത്തി നിൽക്കുന്നു. മാക്രോസ്കോപ്പിക്, മൈക്രോസ്കോപ്പിക് എന്നിങ്ങനെ 2 ഡൊമൈനുകളിൽ നമുക്ക് ഫിസിക്സ് പഠനത്തെ തരംതിരിക്കാം. യൂണിവേഴ്സിനെ പറ്റിയും സൂര്യനെ പറ്റിയും നക്ഷത്രങ്ങളെ പറ്റിയും ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ചെറിയ കണമായ ആറ്റവും ന്യൂക്ലിയസും പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം ഫിസിക്സിനുള്ളിൽ വരുന്നു. മൈക്രോസ്കോപ്പിക് മണ്ഡലത്തെപ്പറ്റി പഠിക്കുന്നതിനായി ക്ലാസിക്കൽ ഫിസിക്സ് സഹായിക്കുമ്പോൾ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള പഠനത്തിന് ക്വാണ്ടം ഫിസിക്സ് ആണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റോമിക് ലെവൽ മുതൽ ഗാലക്സിയെപ്പറ്റി വരെ പഠിക്കുവാനായി നാം ഫിസിക്സ് ഉപയോഗിക്കുന്നു. ഫിസിക്സിൽ ഏറ്റവും ചെറിയ വലിപ്പം മുതൽ നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറമുള്ള വലിപ്പം വരെയുള്ള വസ്തുക്കൾ പഠനവിധേയമാകുന്നു. അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഈസ് ട്രൂലി വാസ്റ്റ്. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. There are 4 basic forces in nature: gravitational force, electromagnetic force, weak nuclear force, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇങ്ങനെ 4 അടിസ്ഥാന ബലങ്ങളാണ് പ്രകൃതിയിൽ ഉള്ളത്. ഒന്നാമത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. 2 വസ്തുക്കൾക്കിടയിലുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിൻ്റെ പ്രത്യേകത ലോങ് റേഞ്ച് ഫോഴ്സാണ്, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചറാണ്, എപ്പോഴും ആകർഷണ സ്വഭാവം കാണിക്കുന്നു, ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്, വൈദ്യുത കാന്തിക ബലം. അത് റിപ്പൾസീവ് ആകാം, അട്രാക്റ്റീവ് ആകാം. സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ് ലോങ് റേഞ്ച് ഫോഴ്സ് തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ബീറ്റ ഡീകെ പോലുള്ള പ്രോസസ്സുകളിൽ കാണപ്പെടുന്ന ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ ശക്തിയുള്ളതാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചറാണ്. ഒരു ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒക്കെ ചേർത്ത് നിർത്തുന്നത് ഈ ബലമാണ്.
സോ ഏറ്റവും ശക്തമേറിയ ബലമാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. പക്ഷെ അത് അനുഭവപ്പെടുന്ന മേഖല വളരെ ചെറുതാണ്. ഇത്രയുമാണ് ആ ക്ലാസ്സിൽ നാം പഠിച്ചത്. കൂടാതെ ഒരു അസൈൻമെൻറ്റ് കൂടി തന്നിരുന്നു. പ്രിപ്പയർ എ ഷോർട്ട് പ്രസൻറ്റേഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ടോപ്പിക്. ഫിസിക്സ് ആൻഡ് ടെക്നോളജി ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭൗതികശാസ്ത്രവും സാങ്കേതിക വിദ്യയും പരസ്പരം പൂരകങ്ങളാണ്. Sometimes technology gives rise to new physics. At other times, physics generates new technology. Both have direct impact on society. ഇതിനെപ്പറ്റി ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാനാണ് അസൈൻമെൻറ്റ് തന്നിരിക്കുന്നത്. ക്ലാസ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കൈറ്റ് വിക്ടേഴ്സിൽ വരുന്ന +1 ഫിസിക്സ് ക്ലാസ്സുകളുടെ തുടർ റിവിഷനുമായി A+ വിന്നേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.